വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. ഉമ്മ പറഞ്ഞു തന്നതാണ് ഷോക്കടിച്ചവരെ വടികൊണ്ടടിച്ചാൽ രക്ഷപ്പെടുമെന്ന്. മുഹമ്മദ് സിദാൻ എന്ന 5ാം ക്ലാസ്സുകാരൻ ഇത് പറയുമ്പോൾ മുഖത്തു പതിവ് പോലെയുള്ള നിഷ്കളങ്കത. സ്കൂളും നാടും ഒന്നാകെ അഭിനന്ദനം ചൊരിയുമ്പോഴും താൻ ചെയ്ത പ്രവൃത്തിയുടെ വലുപ്പമോ പ്രാധാന്യമോ തിരിച്ചറിയാത്തതുപോലെ. പക്ഷേ തന്റെ കൂട്ടുകാരനെ രക്ഷിക്കാൻ കഴിഞ്ഞെന്നു മാത്രം സിദാൻ അറിയാം. കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിലെ കോട്ടോപ്പാടം LP സ്കൂളിന് സമീപമാണ് കൂട്ടുകാരുടെ സമയോചിത ഇടപെടലിൽ 5ാം ക്ലാസ്സുകാരൻ അക്കരെ വീട്ടിൽ രാജിഹ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. ഒപ്പമുണ്ടായിരുന്ന ഷഹജാസ് എന്ന വിദ്യാർത്ഥിയും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായി. കോട്ടോപ്പാടം കല്ലടി അബ്ദുഹാജി ഹയർ സെക്കൻഡറി സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് സിദ്ധാനും രാജിഹും. 7ാം തരം വിദ്യാർത്ഥിയാണ് ഷഹജാസ്. അയൽവാസികൾ കൂടിയാണ് ഇവർ. സ്കൂൾ ബസ്സിലാണ് പോകാറുള്ളത്. പതിവ് പോലെ ബസ് കയറാൻ വീടിന് സമീപത്തെ LP സ്കൂളിനടുത്തെത്തി. ഇവിടെ ചെറിയൊരു റോഡിനും മതിലിനുമിടയിലായി വൈദ്യുതി തൂണുമുണ്ട്. മുഹമ്മദ് രാജിഹിന് ചെറിയൊരു കുസൃതി തോന്നി. വൈദ്യുതി തൂണിലെ ഫ്യൂസിലൊന്ന് തൊട്ടാൽ ചിലപ്പോൾ ഷോക്ക് അടിക്കുമെന്ന് കൂട്ടത്തിൽ മുതിർന്ന ഷഹജാസ് പറഞ്ഞപ്പോഴേക്കും രാജിഹ് മതിലിൽ കയറിയിരുന്നു. ഫ്യൂസിൽ തൊട്ടതോടെ രാജിഹിന് ഷോക്ക് അടിച്ചു. കൂട്ടുകാർ നോക്കുമ്പോൾ രാജിഹ് ഫ്യൂസിൽ തന്നെ പിടിച്ചു നിൽക്കുന്ന നിലയിലാണ്. അപ്പോഴും അപകടം അറിയാതെ കൂട്ടുകാരനോട് നിലത്തിറങ്ങാൻ ആവശ്യപ്പെട്ട് ഷഹജാസ് രാഹിജിന്റെ കാലിലെ ഷൂവിൽ പിടിച്ചു വലിച്ചു. ഇതോടെ ഷഹജാസിനും ചെറുതായി ഷോക്കേറ്റു. കൈ പെട്ടെന്ന് തെറിച്ചു മാറ്റിയതിനാൽ അപകടം ഒഴിവായി. അപ്പോഴാണ് രാജിഹിന് ഷോക്കേറ്റിരിക്കുകയാണെന്ന് ഇരുവർക്കും മനസ്സിലായത്. പെട്ടെന്ന് തന്നെ സിദാൻ സമീപത്ത് കിടന്നിരുന്ന വടിയെടുത്ത് രാജിഹിനെ 2 തവണ അടിച്ചു നോക്കിയെങ്കിലും ഫ്യൂസിൽ നിന്നും കൈ വിടുവിക്കാനായില്ല. 3ാമത്തെ അടിയിൽ കൈ വിട്ടു. രാജിഹ് താഴേക്ക് പതിച്ചു. ഈ വഴി വന്ന ബൈക്ക് യാത്രികനോട് ഇരുവരും വിവരം പറയുകയും ഇദ്ദേഹം രാജിഹിനെ തറയിൽ നിന്നെടുക്കുകയും ചെയ്തു. ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞപ്പോഴാണ് രാജിഹിന് സംസാരിക്കാനായത്. തുടർന്ന് ആശുപത്രിയിലെത്തിക്കുകയും ചികിത്സ ലഭ്യമാക്കുകയും ചെയ്തു. രക്ഷിതാക്കളായ സലീമും ഹസനത്തും കൂടെയുണ്ടായിരുന്നു. രാജിഹിന്റെ ഉള്ളം കൈയിലും കൈയിന്റെ പുറത്തും പൊള്ളലേറ്റിരുന്നു. വീഴ്ചയിൽ ഒരു കൈക്ക് പൊട്ടലുമേറ്റു. ചികിത്സയ്ക്ക് ശേഷം വീട്ടിലെത്തിയ രാജിഹ് വിശ്രമത്തിലാണ്. വ്യാഴാഴ്ചത്തെ ഹിന്ദി പരീക്ഷ എഴുതാനുമായില്ല. സിദ്ധാനും ഷഹജാസിനും PTA സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ സ്കൂൾ അനുമോദനമൊരുക്കി. സമ്മാനവും നൽകി. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി സിദ്ധാനെ ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.